മണ്ഡലമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. ഇന്ന് വൈകിട്ട് 5:30-നാണ് നട തുറക്കുക. ഇന്ന് നട തുറന്നതിന് ശേഷം പ്രത്യേക പൂജകളൊന്നും ഉണ്ടാകില്ല. നാളെ രാവിലെയാകും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മേൽശാന്തിമാർ സന്നിധാനത്തെയും മാളികപ്പുറത്തെയും നടകൾ തുറന്ന് മണ്ഡലമാസ പൂജകൾക്ക് തുടക്കം കുറിക്കുക. ഡിസംബർ 27-നാണ് മണ്ഡലപൂജ. ശബരിമല സേഫ് സോൺ പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തീർത്ഥാടന പാതകളിൽ നടത്തുന്ന ഈ പദ്ധതിയിലൂടെ മുൻ വർഷങ്ങളിൽ അപകടരഹിത തീർത്ഥാടനം സാധ്യമാക്കിയിരുന്നു. ഈ വർഷം തീർത്ഥാടകർക്കായി മൊബൈൽ ആപ്ലിക്കേഷൻ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയാണ് സേഫ് സോണിന് തുടക്കം കുറിക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കുന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അഭിമാന പദ്ധതിയായ സേഫ് സോൺ പ്രോജക്റ്റിനും തുടക്കമാകുന്നത്. മുൻവർഷങ്ങളിൽ തീർത്ഥാടന കാലത്ത് നടത്തിയ മികച്ച പ്രവർത്തനം നൽകിയ ആത്മവിശ്വാസത്തിലാണ് കൂടുതൽ നവീനമായ സൗകര്യങ്ങളോടെ സേഫ് സോണുമായി മോട്ടോർ വാഹന വകുപ്പ് എത്തുന്നത്. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കായി തത്വമസി എന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് വകുപ്പ് ഇന്നു മുതൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ തീർത്ഥാടകർക്ക് പത്തനംതിട്ട മുതൽ പമ്പ വരെയുള്ള പാതകളിലെ വാഹനത്തിരക്ക്, വാഹനങ്ങൾ വഴിമാറ്റിവിടൽ, വിർച്വൽ ക്യൂവിന്റെ സ്ഥിതി എന്നിവ അറിയാനാകും. ഇതിനു പുറമെ തീർത്ഥാടക പാതകളിൽ 19 സ്ക്വാഡുകളുടെ സേവനവും വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. സേഫ് സോൺ പാതയിൽ 24 മണിക്കൂറും ജാഗരൂകരായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പട്രോളിംഗ് നടത്തിവരുന്നു. തീർത്ഥാടക പാതയിൽ എവിടെയെങ്കിലും വാഹനങ്ങൾ തകരാറിലായാൽ അതാത് കമ്പനിയുടെ ടെക്നീഷ്യന്മാരെ സ്ഥലത്തെത്തിച്ച് സൗജന്യമായി നന്നാക്കി നൽകാനുള്ള സൗകര്യവും പദ്ധതിയുടെ ഭാഗമായി വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. പത്തനംതിട്ട മുതൽ പമ്പ വരെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളിലൂടെ ഇലവുങ്കലിലുള്ള കൺട്രോൾ റൂമിലിരുന്ന് പാതയിലെ വിവരങ്ങൾ കാണാനും പോലീസിനെ ഉൾപ്പെടെ സഹായിക്കാനുമുള്ള സംവിധാനങ്ങളും വകുപ്പ് ഒരുക്കിക്കഴിഞ്ഞു. തീർത്ഥാടന സമയത്ത് അയ്യപ്പന്മാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട വകുപ്പെന്ന നിലയിൽ 24 മണിക്കൂറും മികവുറ്റ സൗകര്യങ്ങൾ ഒരുക്കി മുൻവർഷത്തെ മികവ് നിലനിർത്താനാണ് അധികൃതരുടെ ശ്രമം. റിപ്പോർട്ടർ, പത്തനംതിട്ട.